ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കേരള സർവകലാശാലയുടെ 4 വർഷ ബിരുദ പരീക്ഷ ഈ മാസം 25 മുതൽ ഡിസംബർ 6 വരെ. 6 പേപ്പറുകളാണ് ആദ്യ സെമസ്റ്ററിലുള്ളത്. 155 കോളേജുകളിലായി 23,000 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. അഫിലിയേറ്റഡ് കോളേജുകളിലെ ആദ്യ ബാച്ചാണിത്. ഭരണരംഗത്ത് ടിയാൻ എന്ന പദത്തിലെ സ്ത്രീലിംഗമായി ടിയാരി എന്ന ഉപയോഗിക്കേണ്ടതില്ല എന്നറിയിച്ച് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് സർക്കുലർ ഇറക്കി. മേപ്പടിയാൻ അല്ലെങ്കിൽ പ്രസ്തുത ആൾ എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ടിയാൻ എന്നതിന്റെ സ്ത്രീലിംഗമായി ടിയാൾ എന്നതിന് പകരം ടിയാരി എന്ന വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ടിയാരി എന്ന പദത്തിന്റെ ഉപയോഗ സാധ്യതയെക്കുറിച്ച് ഭാഷാ മാർഗനിർദ്ദേശക വിദഗ്ധ സമിതി പരിശോധിക്കുകയും പദം ഉപയോഗിക്കേണ്ടതില്ലെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. തെക്കേ അമേരിക്കൻ രാജ്യമായ സുരിനാമിന് സഹായവുമായി ഇന്ത്യ 425 മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങളും അവശ്യ വസ്തുക്കളുമാണ് രാജ്യത്തിന് വികസന സഹായമായി ആദ്യഘട്ടത്തിൽ കൈമാറിയത്. സുരിനാമുമായി ഇന്ത്യക്ക് 1.5 നൂറ്റാണ്ട് പഴക്കമുള്ള ബന്ധമാണുള്ളത്. $10 ദശലക്ഷം വിലമതിക്കുന്ന 1400-ലധികം പുരാവസ്തുക്കൾ ഇന്ത്യക്ക് തിരികെ നൽകുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു. സാംസ്കാരിക പൈതൃകങ്ങളെ തിരികെ കൊണ്ടുവരാനുള്ള ഇന്ത്യയുടെ സുപ്രധാന നീക്കത്തിന്റെ ഭാഗമായാണ് നടപടി. ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ടിൽ അടുത്തിടെ പ്രദർശിപ്പിച്ച വസ്തുക്കളും ഇതിൽ ഉൾപ്പെടുന്നു.